അതെ ഒന്ന് വേഗം കൊണ്ടുപോവാ, വിശന്ന് കുടല് കരിയുന്നു. എന്തൊരു ധൃതിയായത്. എല്ലാം റെഡി. എല്ലാം റെഡിയാണ്. എന്തോന്ന് അച്ചുവേട്ടാ? അപ്പോഴേക്കും തുടങ്ങിയോ? കൊണ്ടാ, ഞാൻ വിളമ്പി തരാം. നീ ഇരിക്കെ. അച്ചുവേട്ടൻ കഴിക്കേ, എന്നിട്ട് ഞാൻ മതി മതി, നീ എവിടെ ഇരിക്കെ. മതി. എന്താ? ഒന്നുമില്ല. എന്താ അച്ചുവേട്ടാ? ഒന്നുമില്ല. നോക്കട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. നോക്കട്ടെ, കാണിക്ക്. ചെയ്ത് ശീലമില്ലാത്ത പണിയായതുകൊണ്ടാ. എല്ലാം ഞാൻ കാരണമല്ലേ? വേണ്ട, ഇനി അച്ചുവേട്ടൻ ഈ ജോലിക്ക് പോണ്ട. ഏയ്, അതൊന്നും സാരമില്ലെന്നേ. എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ. അത് മറ്റാർക്കും വേണ്ടിയല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. സിന്ധു വരുന്നു. വേഗം കൊണ്ടുപോവാ, സമയം പോയി. വരട്ടെ. പിന്നെ പകല് പോത്തിനെ പോലെ ഉറങ്ങിക്കരുത്. വേണ്ടി പറഞ്ഞ എനിക്കൊന്നുമില്ല. സിന്ധു അല്ലേ? നീയാണല്ലേ ഇവന്റെ ജീവിതം മാറ്റിയെടുത്തത്? കൊള്ളാം. നാളെയാ അവിശ്വാസ പ്രമേയം. ഇന്ന് തന്നെ MLA മാരെ പൊക്കിയില്ലേ, പ്രശ്നം വഷളാകും. ഇതാ. എന്താ ഇത്? ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം വിചാരിച്ചതാ. ഞാൻ എല്ലാം നിർത്തി. നിർത്തിയോ? കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ വാങ്ങാൻ തോന്നി, ഇപ്പൊ തോന്നി വേണ്ടെന്ന്. ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത്. അച്ചൂട്ടി എന്താ പുണ്യാളനാകാൻ പോവുക? ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ. മനസ്സിലായോ? ലോകം അത് കുറെ കണ്ടവനായി അച്ചൂട്ടി. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. മനസ്സിലായോ? സേതുരാമയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. നിന്റെ മാറ്റം, പുതിയ ജീവിതം, സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. കുളിച്ച നന്നായി തോർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഇവിടെ ഇരുന്നേ, ഇരിക്കെ. മതി ഇരിക്കാൻ. എന്താ ചേട്ടാ ഇത്? ഞാൻ എന്റെ മോനെ മുമ്പ് വെച്ചതല്ലേ. ചേട്ടാ കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. അതെ, ശാന്തയെടുത്ത് ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. നേർച്ച? നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന്. നടത്തിക്കളയാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം മുമ്പേ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. അതെന്തിനാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന്. നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര. ചേട്ടന്റെ ഒരു കാര്യം, കുഞ്ഞിനെയും കൊണ്ടാണോ മധുവിധു യാത്ര? എന്താ കുഴപ്പം? ഇവിടെ ആരും ഇല്ലേ? ആരും വിളിക്കുന്നു. മോളു, നാളെ മോളുടെ ചോറൂണ, അതിന് ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ഇല്ലേ? ഉണ്ട്, വാ. ഞാനിപ്പോ വരാവേ. അച്ചേട്ടാ, മോളുടെ ചോറൂണ നാളെ. നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ ദുഷ്ട. എന്താ, വരില്ലേ? ദേ, വന്നില്ലെങ്കി നിങ്ങളുടെ കൊച്ചിന് ചോറൂണിന് ഞങ്ങളും വരില്ല കേട്ടോ. വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ചായ. അയ്യോ വേണ്ട,
ഇനിയും 2-3 വീടുകൾ ക്ഷണിക്കാനുണ്ട്, പിന്നീടാവാം. ശരി. അച്ചോട്ടാ, സിന്ധു, അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ തലയിൽ ഇടുത്തി വീഴും, ലോറി ഇടിച്ച് ചാകും, തെമ്മാടി, തെണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് സിന്ധു, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത്. എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. എന്താ അച്ചോട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. അച്ചോട്ടാ, എന്താ അച്ചോട്ടാ ഇത്? എന്ത് പറ്റി? പറയാം, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. മോനുറങ്ങിയോ? വീണ്ടും തുടങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിനായിരുന്നു എന്നെ മോനെയും പിടിച്ച് സത്യം ചെയ്തത്. എനിക്കറിയാം ഇതൊന്നും ഒരിക്കലും അച്ചേട്ടന് നിർത്താൻ പറ്റില്ലെന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പുതിയതായ എത്തിയ അയക്ക് പലതും തെളിയിക്കാനുണ്ടായിരുന്നു. അതിനെ എന്നെ തല്ലിച്ചതച്ചത്. നിന്നെ ഓർത്ത് മാത്രം ഞാൻ എല്ലാം സഹിച്ചത്. എല്ലാം അനാവശ്യമായി കണ്ടവരെല്ലാം പിടിച്ചടിക്കുമ്പോ സഹിച്ചു നിൽക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? അച്ചേട്ടൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത്രമാത്രം. സിന്ധു, അല്ല വിവാഹ വാർഷികം അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ? ഏയ് അങ്ങനെയൊന്നുമില്ല. ചേച്ചി വിളിക്കാം. ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ യാത്രയപ്പാ. അയ്യോ, അപ്പൊ ഭക്ഷണത്തിന് ഉണ്ടാവില്ലേ? പിന്നെ പായസം ഉണ്ടോ? എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം. മോനെവിടെ? ഉറങ്ങ. ഇത് മോന്റെ അടുത്ത് കൊടുത്തേക്ക്. പിന്നെ പായസത്തിലെ ചക്കര ഇത്തിരി കൂടുതലുണ്ട്. ചക്കര ശരി. എന്താ വേണ്ടേ? വേണം. ഇത് മതി. പാക്ക് ചെയ്യാം. അല്ല, ഈ ബോംബിന് ടൈം അഡ്ജസ്റ്റ് ഒന്നും വേണ്ടേ? ഇതിന് ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഈ അടപ്പൊന്ന് തുറന്നാൽ നിമിഷങ്ങൾക്കകം എല്ലാം കത്തിച്ചാമ്പലാകും. ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് വേണം. എത്രയായി? ദാ. സുരേഷേ, അവിടെയൊക്കെ ഞാൻ വരുന്നു. ആട്ടോ, ഹലോ, ഒന്ന് നിൽക്കണേ.
സഞ്ചി മതി. ആഹാ. ആ പോട്ടെ. അച്ഛ വരൂട്ടാ. അച്ഛ ഇപ്പൊ വരൂടാ. അതും മോന്റെ അച്ഛനല്ല. നേരത്തെ വരാന്ന് പറഞ്ഞ് പോയിട്ട് നമ്മളെ പറ്റിക്കോ മോന്റെ അച്ഛൻ? എത്രയായി? നേരെ വൈകിയപ്പോ ഞാൻ വിചാരിച്ചു എന്നെ മോനെ പറ്റിച്ചു. കേട്ടോടാ മോനെ, നിന്റെ അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. സന്തോഷായി ചേട്ടാ. ഇത് ഹൃദയം പിടിച്ചേ, ഞാനതൊക്കെ എടുത്തു വെക്കട്ടെ. അല്ല, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് സദ്യയൊന്നും ഇല്ലേ? വന്ന് കയറിയല്ലുള്ളൂ. എല്ലാം റെഡി. 2 തരം പായസം ഞാൻ അച്ചോട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോരെ? ഞാൻ ഭാഗ്യം ചെയ്തവനല്ലേ? എന്താ സംശയം? മോനെ മോനെ ഇല്ല 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 ഇല്ല. നമുക്ക് പോവാം, നമുക്ക് നോക്കാം. ഓ, എന്തൊരു വാശ ചെയ്ത്. നീ ഒന്ന് പിടിച്ചേ. അവിടെ അങ്ങനെ ഞാനൊന്ന് മാറ്റി. കരയത് മോനെ. എന്താ മോനെ ഇത്? അച്ചുവേട്ടാ, അതാ വരുന്നു. കരയല്ലേ കരയല്ലേ. എന്താടാ ഇവനൊന്ന് പുറത്തു കൊണ്ടുവയ്ക്കേ. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വാ, നമുക്ക് പോവാം. അതൊന്നും വേണ്ട, വാ. വേണ്ടടാ, കരയുണ്ട്. നോക്കി അതെ. എന്തിനാ മോൻ കരയണേ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? എന്താടാ ഇത്? ഉസ്താദ്, ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചതാ. മോൻ ഇതുവരെയായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ നട്ടപ്പാടി പോവാ. എന്താ? അമ്മേനെ ഒന്ന് കാണണം. മോനെ ദേ നോക്കിയേ, ഇതെന്താ? അതെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. എന്തോ മാമന് തെറ്റി തരാട്ടാ. മണിയനക്ക് എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. നീ എന്തിനാ കരയുന്ന വെറുതെ? പെങ്ങളല്ലാണ്ട് ഉസ്താദിന്റെ അടുത്ത് മോനെ കൊടുക്കോ? അവൻ അട്ടപ്പാടിക്ക് പോവാ. എവിടെയും പോകുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, ബസ് പോവും. അപ്പൊ നാളെ പോവാം. ഇത് കണ്ടോ, അവൻ കൊണ്ടുവന്നാ. എന്തിനാ മണിയാ ഇതൊക്കെ? ഇതൊക്കെ ഒരു സന്തോഷല്ലേ പെങ്ങളെ? ഇത് പിടിച്ചേ. എന്താടാ ഇവന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത് ഇടിക്കുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വെക്കാം. എന്താടാ ഇത്? വീടടാ മോനെ. അമ്മ പോട്ടെ. മോനെ സിന്ധു, ഇത് കൊണ്ടുവയ്ക്കോ. അമ്മ പോയി ചോറ് കഴിച്ചോട്ടെ. അപ്പോഴേക്ക് നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വരുമ്പോ നിനക്കൊരു സമ്മാനം കൊണ്ടുവരും. നല്ല കുട്ടിയായിട്ട് കുറുമ്പ് കാണിക്കാണ്ട് നിൽക്കണട്ടാ.
Ha 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 ha!